ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ സിയൂൺ അതിലിടപെടും. പെട്ടെന്ന് തന്നെ ഹ്യോമാൻ അവൻ്റെ മുഖത്തേക്കൊന്ന് കൊടുക്കും. സിയൂൺ ഒന്നും ചെയ്യില്ല. അപ്പോൾ വീണ്ടും അടി കൊടുക്കാൻ തുടങ്ങും. ശേഷം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഹ്യൂൺ ടാക്ക് എന്നൊരുത്തനെയാണ് കാണിക്കുന്നത്. അവൻ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിലെ ഒരു പ്ലെയറാണ്. മറുഭാഗത്ത് സിയൂണും ഹ്യോമാനും തമ്മിലുള്ള അടി തുടങ്ങുമ്പോൾ അവരുടെ ടീമിൻ്റെ ക്യാപ്റ്റനായ ബാക്കു എന്നൊരുത്തൻ്റെ സസ്പെൻഷനെ തുടർന്ന് ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഹ്യൂണും അവൻ്റെ ഫ്രണ്ട്സും ആകെ കലിപ്പായിരിക്കും. ആ നേരത്താണ് പുറത്തുനിന്ന് ശബ്ദം കേട്ട എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നതായി അവൻ കാണുന്നത്. അത് കണ്ട് ഹ്യൂണും അവൻ്റെ ഫ്രണ്ടും അവിടേക്ക് ചെല്ലും. എന്നിട്ട് ഹ്യൂമാൻ അടിക്കാൻ നിൽക്കുന്ന സമയം സിയൂൺ മാറിക്കളയും. ഹ്യൂമാൻ തന്നെ പേടിച്ചായിരിക്കും അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അവിടുന്ന് ഹ്യൂൺ അതിലിടപെടും. പിന്നെ അവനും ഹ്യൂമാനുമാകും വാക്ക് തർക്കം. അവിടെ ഹ്യൂണിനെ കളിയാക്കി ഒരു പേര് വിളിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന അവന് നേർക്ക് കിക്ക് ചെയ്യും. അത് അവൻ്റെ മൂക്കിൻ്റെ അറ്റം ഒരസി പോവുകയാണ്. അത് കണ്ട് സ്റ്റക്കായി നിൽക്കുകയാണ് ഹ്യൂമാൻ. ഹ്യൂൺ, കണ്ടോ, എനിക്ക് നിന്നെ താഴെയിടാൻ ഒരു സെക്കൻഡ് മതി. ഇനി എന്താ? ഇനി എന്ത്? നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, പിന്നെ നിന്നെയും എന്ന് സിയൂണിനെ നോക്കിക്കൊണ്ട് പറയും. ഹ്യൂൺ സിയൂണിനോട്, എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, അതൊക്കെ ക്രിഞ്ചല്ലേ, ഇനി വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവൻ അതൊന്നും മൈൻഡാക്കാതെ ജുണിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവൻ്റെ കണ്ണടയും കൊടുത്ത് നേഴ്സിൻ്റെ ഓഫീസിലേക്ക് പോകാമെന്ന് പറയും. ഹ്യൂൺ, നിന്റെ വായിൽ നിന്ന് ഒരു താങ്ക്സ് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഇത് നീ നന്ദിയില്ലാത്തവനായതുകൊണ്ടാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? അപ്പോൾ സിയൂൺ താങ്ക്സ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ജുണ്ണിന് നേഴ്സിൻ്റെ ഓഫീസിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല. കാരണം അവിടെ പോയി ഇനി ഇതെങ്ങനെയാ പറ്റി എന്നൊക്കെ ചോദിച്ച് ഇത് ചെയ്തത് ഹ്യോമാനാണെന്ന് മനസ്സിലായാൽ നേരെ അവനെ ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് ആ ദേഷ്യത്തിൽ അവൻ വീണ്ടും വന്ന് അടിക്കും. ഇതിങ്ങനെ റിപ്പീറ്റായി സംഭവിച്ചുകൊണ്ടിരിക്കും. സിയൂൺ, നീ എന്തിനാ ആ ഫോണൊക്കെ തിരിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ന്യൂട്ടൻ്റെ തേർഡിലോ അവൻ പറയും, ഫോർ എവരി ഗുഡ് ആക്ഷൻ എ ഗുഡ് റിയാക്ഷൻ ഫോളോസ്. ആ നേരത്ത് അവൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്ത് പറ്റിയതാ എന്നൊക്കെ ചോദിക്കും. അവിടുന്ന് സിയൂൺ പോകുന്നു. ശേഷം കുറച്ച് പയ്യന്മാർ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടി കൂടരുത് എന്ന് ബാക്കു എഴുതി വെച്ചിട്ടുണ്ടാകും. സിയൂണിനെ കുറിച്ച് സ്റ്റുഡൻസ് ഗോസിപ്പുകൾ പറയുന്നത് ഹ്യൂൺ കേൾക്കുന്നു. ഹ്യോമാന് സിയൂണിനെ ഒരു പേടിയുണ്ട്, അവൻ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഹ്യൂൺ കേൾക്കുന്നു. ഇത് കേട്ട് ക്യൂരിയോസിറ്റി തോന്നിയ ഹ്യൂൺ, അതെന്താ ഹ്യോമാന് അവൻ ഇത്ര പേടി? അപ്പോൾ നീ ഇവിടെ ഒന്നും ആയിരുന്നില്ലേ? നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം അവൻ ട്രാൻസ്ഫറായി വന്നപ്പോൾ ഹ്യോമാനും സിയൂണും തമ്മിൽ ഉടക്കിയത്? എന്നിട്ട് സിയൂൺ അവൻ്റെ പഴയ സ്കൂളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവനോട് പറയാൻ തുടങ്ങും. ഇതൊക്കെ കൊണ്ടാണ് ഹ്യോമാന് അവനെ നേരാവണ്ണം അടിക്കാൻ പോലും കഴിയാത്തത് എന്ന് പറയും. ഇത് കേട്ട ഹ്യൂൺ, എന്തൊക്കെ പൊട്ടത്തരാണ്, അല്ലടാ സത്യമാണ്, പിന്നെ എന്തുകൊണ്ടാണ് സിയൂളിൽ ഒരു സ്കൂളിൽ പോലും അവന് അഡ്മിഷൻ കൊടുക്കാതെ അവൻ ഇവിടെ തന്നെ വന്നത്? ഹ്യൂൺ, നമുക്കവനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് വെച്ച് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളമ്പരുത് എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ശേഷം സ്കൂൾ സമയം കഴിഞ്ഞ് ജൂൺ സിയൂണിൻ്റെ പിന്നാലെ വരികയും അവന് കുറച്ച് ല്യൂട്ടിനും മഗ്നീഷ്യം ഗുളികകളും കൊടുക്കുകയും ചെയ്യുന്നു. ല്യൂട്ടിൻ പഠിക്കുന്ന സമയത്ത് നിന്റെ കണ്ണിനും മഗ്നീഷ്യം ഉറക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ജൂൺ പറയുന്നു. നീ സ്കൂളിൽ വന്നാൽ എപ്പോഴും ഉറങ്ങുന്നതായി ഞാൻ കാണാറുണ്ട്, നിന്റെ സഹായത്തിന് നന്ദി എന്ന് പറഞ്ഞ് ജൂൺ അവിടുന്ന് പോകുന്നു. ആ രാത്രിയിൽ പതിവ് ഉറക്ക ഗുളികൾക്ക് പകരം ജൂൺ കൊടുത്ത ഗുളികകൾ കഴിക്കാൻ സിയൂൺ തീരുമാനിക്കുന്നു. ശേഷം സ്കൂൾ ക്യാൻറ്റീനിൽ സിയൂണും ജുണ്ണും ഫുഡ് കഴിക്കുകയാണ്. ജുൺ, ഇന്ന് വലിയ ഉറക്കക്ഷീണമായി ഒന്നും തോന്നുന്നില്ലല്ലോ. അത് ഇന്നലെ നീ തന്ന ഗുളിക കഴിച്ചിട്ടാണ്, താങ്ക്സ് പറയും അവനോട്. ലഞ്ചിന് ശേഷം ഹ്യോമാൻ അവരുടെ അടുത്ത് ചെന്ന്, ഇന്നലെ സംഭവിച്ചതിന് സോറി സിയൂൺ, എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഉള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ, രണ്ടുപേരോടും സോറി ചോദിക്കും. സിയൂൺ മേത്തേന്ന് കൈയെടുക്കുമെന്ന് പറയും. ഓക്കെ, ഞാൻ സോറി പറയാനാണ് വന്നത്, എന്നിട്ട് നീ എന്തായി ചെയ്യുന്നത്? എന്നിട്ട് ഹ്യൂണിനെ കാണിച്ചു കൊടുത്ത് അവൻ ബാസ്കറ്റ്ബോൾ ക്ലബ്ബിൽ ചേർന്നപ്പോൾ എല്ലാം ആയെന്ന അവൻ്റെ വിചാരം. അവൻ ശരിക്കൊരു പൊട്ടനാണ്, ഒന്ന് സൂക്ഷിക്കണം. ആ നേരത്താണ് ഇവരെ 3 പേരെയും അവൻ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ഹ്യൂൺ തന്നെ തല്ലാൻ പ്ലാൻ ഇടുന്നുണ്ടെന്ന് ഹ്യോമാൻ സിയൂണിനോട് പറയുന്നു. സിയൂൺ ഹ്യൂണിനെ തുറച്ചു നോക്കുകയും അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്നു. തുടർന്ന് ഹ്യോമാൻ താനും സിയൂണും കട്ട ചങ്സായി മാറിയെന്ന് ഹ്യൂണിനോട് പറയുന്നു. എന്നിട്ട് എണീറ്റ് പോകുമ്പോൾ
ഹാ സിയൂൺ, ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം, വിളിച്ചോളാം എന്നൊക്കെ അവനെ കാണിക്കാനായി പറയുന്നുണ്ട്. ശേഷം ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്ന വഴി ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറയും ജൂൺ. ആ സമയം ഹ്യോമാൻ്റെ ആളുകൾ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതേസമയം ലഞ്ച് ബ്രേക്കിന് ശേഷം ഹ്യൂണും ഫ്രണ്ട്സും അവരുടെ ലോക്കർ റൂമിൽ നിന്ന് പോകുമ്പോൾ ഹ്യോമാൻ അവിടെ മൊത്തം വാരി വലിച്ച് അലമ്പാക്കും, മൊത്തം അടിച്ച് നശിപ്പിക്കും. ശേഷം ക്ലാസ് തുടങ്ങിയിട്ടും ജുൺ വരാത്തതായി സിയൂൺ ശ്രദ്ധിക്കും. ക്ലാസ് കഴിഞ്ഞ് അവനെ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഹ്യോമാൻ വന്ന് ജൂൺ ഓക്കെ അല്ലേ, ആ ഹ്യൂണും ടീംസും അവനെ അവരുടെ ബാസ്കറ്റ്ബോൾ ക്ലബിലേക്ക് കൊണ്ടുവരുന്നതായി കണ്ടെന്ന് പറയും. ആ സമയം ജൂണിൻ്റെ ഫ്രണ്ടായ ഒരുത്തന് തന്നെ ഹ്യോമാൻ ഒരു സിഗ്നൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് സിയൂൺ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ലോക്കറിൽ നിന്ന് ശബ്ദം കേട്ട് തുറന്നു നോക്കുമ്പോൾ അതിലുണ്ടാകും ജുൺ. ആരാ ഇത് ചെയ്തത്? ഹ്യോമാനാണോ ഹ്യൂണാണോ? ശേഷം ജൂണിൻ്റെ ആ ഫ്രണ്ട് ഹ്യൂണിൻ്റെ അടുത്ത് ചെന്ന് സിയൂണിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറയും. എന്തിന്? നിന്നെ അടിക്കാനെന്ന് പറയും. ഹ്യോമാൻ സിയൂണും ഒരു ടീമായി നിന്നെയും ബാക്കുവിനെയും തീർക്കാൻ വേണ്ടി. അവൻ നിന്റെ ബാസ്കറ്റ്ബോൾ ക്ലബിലുണ്ടെന്നും പറയും. എന്നിട്ട് അവൻ വിൻഡോയിലൂടെ സിയൂണിനെ വിളിക്കുമെങ്കിലും അവൻ മൈൻഡാക്കാതെ പോകും. എന്നിട്ട് അവരുടെ ക്ലബ്ബ് ഒക്കെ അലമ്പാക്കി വെച്ചേക്കുന്നത് അവൻ കാണും. ഇത് കണ്ട് ദേഷ്യം വന്ന അവൻ സിയൂണിൻ്റെ അടുത്തേക്ക് ചെല്ലും. മറുവശത്ത് ഹ്യോമാൻ പ്ലാൻ ഇടുന്നുണ്ടാവും. ആദ്യം ഹ്യൂൺ, പിന്നെ സിയൂൺ. അവർക്ക് രണ്ടു പേർക്കും പണി കൊടുക്കാനായിരിക്കും പ്ലാൻ. ശേഷം ഹ്യൂൺ സിയൂണിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്താണ് നിന്റെ പ്രശ്നം? നീ ആരടാ ഞങ്ങളുടെ ക്ലബ് റൂം അടിച്ച് നിരപ്പാക്കാൻ? ജുൺ, അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് പറയുമ്പോൾ അവനോട് വായടക്കാൻ പറയും. സിയൂൺ, എന്നാ എന്നെ അടിക്ക്. ഞങ്ങൾ പറയുന്നത് എന്തായാലും നീ കേൾക്കുന്നില്ല, അപ്പോൾ അടിക്ക്. ഹ്യൂൺ, നീ മുമ്പത്തെ സ്കൂളിൽ ഒരുത്തനെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പുണ്യാളനാവണ്ട നീ. ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നല്ല കുട്ടിയായി അഭിനയിക്കൊന്നും വേണ്ട. ഇത് കേട്ട് ദേഷ്യം വന്ന സിയൂൺ അവനെ അടിക്കാൻ തുടങ്ങും. ആ സമയത്താണ് ആളുകളെയും കൂട്ടി ഹ്യോമാൻ അവിടെ എത്തുന്നത്. അവിടുന്ന് രണ്ടെണ്ണത്തിനെയും തീർക്കെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ ഹ്യൂണിനും അതുപോലെ സിയൂണിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് വീണ്ടും ബേസ്ബോൾ ബാറ്റ് എടുത്ത് അടിക്കാൻ നേരത്ത് എല്ലാവരും നിർത്തടാന്ന് പറയും. ഒരു പാട്ടും പ്ലേ ചെയ്ത് അവൻ വരും. ഇവനായിരിക്കും നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കു. ഒരു ചുവപ്പ് തലമുടിയൊക്കെ വെച്ച ഒരുത്തൻ, ബാസ്കറ്റ്ബോൾ ടീമിലെ ക്യാപ്റ്റൻ, ഹ്യൂണിൻ്റെ ചങ്ക്. ഈ യൂൻജോങ് ഹൈസ്കൂളിലെ ഏറ്റവും സ്ട്രോങ് ഫൈറ്റർ ഇവനായിരിക്കും. ഹ്യൂൺ, നിന്റെ തലയിലെന്ത് സോസോ? ഇവനെ കണ്ട ഹ്യോമാന് ഒന്ന് പേടിക്കും. ബാക്കു ചാടി ആ ബാസ്കറ്റ്ബോൾ വെച്ചിട്ട് അവൻ്റെ മണ്ടക്കടിച്ച് വീഴ്ത്തും. എന്നിട്ട് നീ ആരാ? നിന്നെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും സിയൂണിനോട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.